ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ കുറച്ച് മുമ്പ് ഒരു ബ്ലാക്ക് ആപ്പിൾ ലോറിയുടെ ഒരു ചിക്സിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഷാനു വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട്, അവൻ്റെ ഒരു പാരറ്റ് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവൻ പോയി വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അന്നതിന് തൂവലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു ഇറച്ചി കഷ്ണം ചെറിയതായിട്ടൊക്കെ ചെറിയ തൂവലുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതിൻ്റെ ഒരു അപ്ഡേഷന് വേണ്ടി ഞങ്ങൾ വന്നു നോക്കിയതാണ് കേട്ടോ. ഇവൻ്റെ പേര് കുഞ്ഞാപ്പു എന്ന് പറഞ്ഞിട്ടാണ്. കുഞ്ഞാപ്പു ഇപ്പോൾ അടിപൊളിയായിരിക്കണം, എല്ലാ കളർ തൂവലുകളും ഇപ്പോൾ നന്നായിട്ട് വന്നു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആള് സൂപ്പറായി. ബ്ലാക്ക് ആപ്പിൾ ലോറി വിഭാഗത്തിൽ പെടുന്ന ഒരു പാരറ്റാണ്, നന്നായിട്ട് വർത്താനൊക്കെ പറയുന്ന ഒരു പാരറ്റാണ് കേട്ടോ. അപ്പോൾ അതിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവന് ചിക്സിനെ തന്നെ വാങ്ങി വളർത്തിയത്. അപ്പോൾ ഞങ്ങളത് എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടി ഒന്നും കൂടെ വന്നതാണ്. സംഭവം ആൾ ഉഷാറായിരിക്കണം, അടിപൊളിയായിട്ട് ആളെല്ലാവരോടും നല്ല ഇണക്കുണ്ട്. അവൻ്റെ മകൻ അമലിനോടാണ് കൂടുതലും അവനക്ക് താല്പര്യം. അമലിനെ കണ്ടാൽ പിന്നെ അവൻ്റെ മേലെ വന്നിരിക്കലും അവൻ്റെ തല വന്നിരുന്ന് ഓരോന്ന് ചെയ്യലൊക്കെയാണ്. അവനെ കണ്ടു കഴിഞ്ഞാൽ ആള് ഉഷാറാണ്, കലവല സൗണ്ടൊക്കെ ഉണ്ടാക്കി കൂടുതലും അവനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കും. കുഞ്ഞാപ്പൂന് ഇപ്പോൾ ചെറുതായിട്ട് വിഷമം തുടങ്ങിയിരിക്കണം കേട്ടോ. അതാണ് ഇയാൾ കൈ വെക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഫുഡ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നത്. അപ്പം നമ്മൾ കുഞ്ഞാപ്പൂന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ഫുഡ് ഞാൻ അവനക്ക് കുറച്ച് കൊടുത്തിട്ടാണ് പോരുന്നത് കേട്ടോ. ഇപ്പോൾ അവനക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഫുഡൊന്നും കൊടുക്കണില്ല. ലോറി കിറ്റിൻ്റെ പാക്കറ്റ് ഫുഡ് വരുന്നുണ്ട്, ആ ഫുഡ് മാത്രം വാങ്ങിയിട്ടാണ് ഇപ്പോൾ 2-3 മാസം അവനക്ക് കൊടുക്കുന്നത്. നല്ല വിലയുള്ള ഫുഡാണ്, ഏകദേശം ഒരു 2000-ൻ്റെ മേലൊക്കെ വില വരണ ഫുഡാണ്. അതാണ് ഇനി 3 മാസം അവനക്ക് കൊടുക്കുക. അതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ അവനക്ക് കൊടുത്തു തുടങ്ങുള്ളൂ. ഇപ്പോൾ വേറെ ഫുഡൊന്നും കൊടുക്കാറില്ല. അപ്പോൾ ആ ഫുഡാണ് ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കുറച്ചെടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ലൈറ്റ് ചൂടോട് കൂടിയിട്ടാണ് കൊടുക്കുക, നന്നായിട്ട് തണുപ്പിക്കില്ല. അപ്പോൾ ആ ചൂടിൽ അവൻ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഏകദേശം ഒരു നമ്മളൊക്കെ വിചാരിക്കും ഇത്രയും മേലുള്ള ഫുഡൊക്കെ ഈ തത്തമ്മക്ക് കൊടുക്കണമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇവർക്ക് കറക്റ്റ് വളർച്ച കിട്ടണമെങ്കിലും ആ തൂവലൊക്കെ ഒന്നും ബ്രൈറ്റ്നെസ്സൊക്കെ ആയി വരണമെങ്കിലും അവരെ കറക്റ്റ് ഫുഡ് തന്നെ കൊടുക്കണം, എന്നാൽ മാത്രമാണ് ആ ഒരു വളർച്ച അവർക്ക് ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ പെറ്റ്സിനൊക്കെ വളർത്തുന്നത് ഒരു പാഷൻ്റെ പുറത്തുള്ള കാര്യങ്ങളാണ്. അതിന് നമ്മൾ ക്യാഷോ അല്ലെങ്കിൽ ആ പെറ്റ്സിന് എത്ര വിലയുണ്ട്, അതിന് ഫുഡിന് എത്ര വിലയുണ്ട്, അതൊന്നും നോക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനിയും കുഞ്ഞാപ്പൂൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.